നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 1-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ഇന്ന് ഉപാസന സംസാരിക്കുന്നത്. ആ ശ്ലോകം ഇതാണ്: തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യമുവാച മധുസൂദന. സഞ്ജയൻ പറയുന്ന കാര്യമാണിത്. സഞ്ജയൻ പറയാണ്, തം തഥ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം. കൃപയാൽ ആവിഷ്ടനായി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി തേർത്തട്ടിൽ തളർന്ന് ഇരിക്കുന്ന അർജുനനെ നോക്കി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് സഞ്ജയൻ പറയുന്നത്. 1-ാമത്തെ ശ്ലോകം തന്നെ സഞ്ജയൻ പറയുന്നതായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ വില്ലാളി വീരനാണ് അർജുനൻ. ആ അർജുനന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഈ 2-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ വർണ്ണിക്കുന്നത്, ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും വില്ലാളി വീരനാണെങ്കിലും അനുചിതമായ അവസരത്തിൽ ഉണ്ടാകുന്ന കൃപ കൊണ്ട്, അവസരോചിതമല്ലാത്ത കൃപ കൊണ്ട് ആവിഷ്ടനായിട്ടാണ് അർജുനൻ ഇരിക്കുന്നത്. ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് അർജുനൻ ഇരിക്കുന്നത്. കൃപ നല്ലതാണ്, പക്ഷേ നമ്മളൊരാളോട് കൃപ തോന്നണമെങ്കിൽ നമ്മുടെ കൃപയ്ക്ക് ആ വ്യക്തി അർഹരാണോ എന്നുള്ളത് കൂടി ഓർക്കണം. അല്ലെങ്കിൽ ആ സമയത്ത്, ഈ സമയത്ത് ഒരു കൃപയ്ക്ക് പാത്രീഭൂതരാകാൻ അവർ അനുയോജ്യമായ അവസ്ഥയിലാണോ എന്ന് ഓർത്തിട്ട് വേണം നമുക്ക് ഒരാളോട് കൃപ തോന്നാൻ. എന്നാൽ ഇവിടെ യുദ്ധമുഖത്തില് യുദ്ധം ചെയ്യുക എന്നതാണ് തൻ്റെ കർമ്മമായി ഇരിക്കുന്ന അവസരത്തില് അർജുനൻ അവസരോചിതമല്ലാത്ത കൃപ കൊണ്ടാണ് ഇവിടെ ദുഃഖാകുലനായിട്ടിരിക്കുന്നത്. സാധാരണ ഒരു കുട്ടിയെ പോലെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ടാണ് തേർത്തട്ടില് അർജുനൻ ഇരിക്കുന്നത് എന്നാണ് സഞ്ജയൻ പറയുന്നത്. അങ്ങനെയുള്ള അർജുനനെ കണ്ട് വളരെയധികം സഹതാപപൂർണമായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. 1-ാം അധ്യായത്തില് അർജുനന്റെ എല്ലാ തരത്തിലുള്ള വിഷാദങ്ങളും അർജുനൻ പറഞ്ഞു. ആ സമയത്തൊന്നും ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്താണ് മറുപടി പറയേണ്ടത് എന്ന ആ അവസരത്തിന് ഭഗവാൻ കാത്തിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഇത്രയധികം തളർന്ന് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയാണ്. എന്താണ് പറയുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എത്ര ഉന്നതനാണെങ്കിലും നമ്മൾ സന്ദർഭോചിതമായി പെരുമാറുക, ആ സന്ദർഭത്തിന് അനുസൃതമായിട്ട് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം കൂടുതൽ ശക്തമായി തീരുന്നത്. അല്ലാതെ നമ്മൾ വില്ലാളി വീരനാണ്, ഇന്ദ്രപുത്രനാണ് അർജുനൻ, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തേരാളിയായിട്ട് ഒപ്പമുണ്ട് എന്നിട്ടൊക്കെ ഇപ്പൊ എന്താ കാര്യം ഉണ്ടായേ? നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് ഉയരാനുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയമാണ് നമ്മളെ തേടി നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് ഇങ്ങനെയുള്ള അർജുനനോട്, ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്ന അർജുനനോട് പറയുന്നത് എന്ന് ശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.